ഹലോ ഫ്രണ്ട്സ്, കോൾസ് ഇൻ എറിയർ, കോൾസ് ഇൻ അഡ്വാൻസ് ഇതൊക്കെ പഠിച്ചു. അതേപോലെ അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. പേരും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു 25,000 ഷെയർ പബ്ലിക്കിന് കൊടുക്കണം, പക്ഷെ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് എനിക്ക് അപ്ലിക്കേഷൻ കിട്ടിയപ്പോൾ 50,000 ഷെയർ കിട്ടി അല്ലെ. ഇപ്പൊ ഒരു കോളേജിന് സീറ്റ് ഉണ്ടെങ്കിൽ, ഒരു 10 സീറ്റ് ഉണ്ട് വിചാരിക്കൂ, എത്ര പേര് അതിന് അപ്ലൈ ചെയ്യും അല്ലെ? 10 സീറ്റേ ഉള്ളൂ കൊടുക്കാൻ കോളേജുകാർക്ക്. പക്ഷെ അപ്ലിക്കേഷൻ വരുമ്പോ 50ഉം 60ഉം പേരൊക്കെ അപ്ലൈ ചെയ്യാലോ. അപ്പോ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ഷെയർ അപ്ലിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ആ പറയുന്നതിനെയാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുക. കൊടുത്തതിനേക്കാളും ഓവർ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം അവരെല്ലാരും അതിന്റെ അപ്ലിക്കേഷൻ മണി എനിക്ക് അയച്ചു തരും. അപ്പൊ അങ്ങനെ എക്സ്ട്രാ കിട്ടിയ പൈസേനെ ഈ കമ്പനി എന്ത് ചെയ്യും, എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഇത് ഓൾറെഡി പറഞ്ഞു തന്ന കാര്യമാണ്, മനസ്സിലാവുണ്ടോ? എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഒന്നില്ലെങ്കിൽ ആദ്യത്തെ ഓൾട്ടർനേറ്റീവ്, ആ എക്സ്ട്രാ കിട്ടിയ പൈസേനെ അവര് ഔട്ട് ആൻഡ് ഔട്ട് റിജക്ട് ചെയ്യും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് എൻ്റെ അടുത്ത് കൊടുക്കാൻ 25,000 ഷെയറേ ഉള്ളൂ, അലോട്ട് ചെയ്യാൻ, ഇഷ്യൂ ചെയ്യാൻ 25,000 ഷെയറേ ഉള്ളൂ. പക്ഷേ പബ്ലിക് അപ്ലൈ ചെയ്ത് വന്നപ്പോ 30,000 ഷെയർ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്ലിക്കേഷൻ എമൗണ്ട് 2 രൂപ, 2 രൂപ അപ്ലിക്കേഷൻ എമൗണ്ട്. എനിക്ക് വേണ്ടത് 25,000 ഷെയറിന്റെ 2 രൂപയാണ് എന്ന് വെച്ചാൽ എനിക്ക് 50,000 രൂപ മതി അപ്ലിക്കേഷൻ ആയിട്ട്. പക്ഷെ എനിക്ക് കിട്ടിയതോ 30,000 ഷെയറിന്റെ 2 രൂപ വീതം 60,000 രൂപ കിട്ടി. അപ്പൊ എനിക്ക് എക്സ്ട്രാ എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 10,000 രൂപയുണ്ട്. ഈ 10,000-നെ ആദ്യത്തെ ഓൾട്ടർനേറ്റീവ് നമ്മൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ അതിനെ ഔട്ട് ആൻഡ് ഔട്ട് എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കും. എക്സ്ട്രാ ഉള്ള 10,000-നെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ഇത് ഒന്നാമത്തെ ഓൾട്ടർനേറ്റീവ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് എന്ത് ചെയ്യുന്നറിയോ? അതായത് ഈ 10,000 രൂപേനെ നമ്മൾ അങ്ങനെ അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യും. അലോട്ട്മെന്റ് എന്ന് പറയുന്ന അടുത്ത സ്റ്റേജ് അല്ലേ, അതിൽ അഡ്ജസ്റ്റ് ചെയ്യും. അതായത് 30,000 ഷെയർ വേണമെന്ന് പറഞ്ഞ ആൾക്ക് 25,000 ഷെയറേ കൊടുക്കുള്ളൂ. കാരണം കൊടുക്കാൻ 25,000 ഉള്ളൂ. കമ്പനിയുടെ കയ്യിൽ 25,000 അല്ലേ ഉള്ളൂ, ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പറഞ്ഞു മനസ്സിലാവുണ്ടോ? അപ്പൊ 30,000 ഷെയർ വേണമെന്ന് പറഞ്ഞ ആൾക്ക് 25,000 ഷെയറേ കൊടുക്കുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പ്രോ റാറ്റ അലോട്ട്മെന്റ്. പ്രൊപ്പോർഷണൽ അലോട്ട്മെന്റ്. 100 ഷെയർ വേണം പറഞ്ഞ ആൾക്ക് 50 ഷെയർ കൊടുക്കണു. കാരണം എൻ്റെ അടുത്ത് കൊടുക്കാൻ 50 ഷെയറേ ഉള്ളൂ. അപ്പൊ അവരുടെ എക്സ്ട്രാ പണത്തിനെ ഞാൻ അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യും. നീ അലോട്ട്മെന്റ് കമ്മിയാക്കി തന്നാൽ മതി എനിക്ക്. നമ്മൾ കടക്കൊക്കെ പോണ സമയത്ത് ജസ്റ്റ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 80 രൂപയ്ക്ക് സാധനം കൊടുത്തു, 100 രൂപ കൊടുത്തു, നമ്മള് 20 രൂപ തരാൻ ബാക്കിയില്ല എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള കടയാണ് എന്ന് പറയുമ്പോൾ 20 രൂപ വെച്ചോളൂ, അടുത്ത പ്രാവശ്യം കിഴിക്കാന്ന് പറയില്ലേ? അതേപോലെ പക്ഷെ അത് ഞാൻ ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അതിന് അങ്ങനെ എടുക്കരുത്. അപ്പൊ എന്ത് ചെയ്യും? എക്സ്ട്രാ പണം ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണില്ല, പകരം എന്താ ചെയ്യുന്നത്? അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ അലോട്ട്മെന്റ് അത്രയും കുറച്ച് കൊടുത്താൽ മതി, അവര് തന്നാ മതി, ഷെയർ ഹോൾഡേഴ്സ്. സെക്കൻഡ് വൺ, പ്രോ റാറ്റ അലോട്ട്മെന്റ് എന്ന് പറയും. അതാണ് സംഭവം. ഇനി മൂന്നാമതൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. എന്താ ഈ മൂന്നാമതൊരു ഓൾട്ടർനേറ്റീവ്? ഒന്നുമില്ല, ആദ്യത്തെ 2 ഓൾട്ടർനേറ്റീവിന്റെയും കോമ്പിനേഷൻ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓൾട്ടർനേറ്റീവ്. കുറച്ച് തിരിച്ചു കൊടുക്കും, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോ 25,000 ഷെയർ വേണം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണു പബ്ലിക്കിന്. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് അപ്ലിക്കേഷൻ കിട്ടിയത് 30,000. അപ്പൊ 5,000 ഷെയർ എക്സ്ട്രാ ഉണ്ട്. 5,000 ഷെയറിൽ ഒരു 1,000 ഷെയർ തിരിച്ചു കൊടുക്കണു, ബാക്കി 4,000 ഷെയർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്താണ്? 1,000 ഷെയർ തിരിച്ചു കൊടുക്കണു, 1,000 ഷെയറിന് 2 രൂപ, 2,000 രൂപ തിരിച്ചു കൊടുക്കണു. ബാക്കി 4,000 ഷെയറിന്റെ 2 രൂപ, 8,000 രൂപ അഡ്ജസ്റ്റ് ചെയ്യണു അലോട്ട്മെന്റിൽ. അപ്പോഴും 10,000. അപ്പൊ കോമ്പിനേഷൻ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓൾട്ടർനേറ്റീവ്. കുറച്ച് തിരിച്ചു കൊടുക്കണു, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണു. ചില ആൾക്കാർക്ക് ഷെയർ കിട്ടില്ല, റിജക്ട് ചെയ്യും അവരുടെ. ചില ആൾക്കാർക്ക് ചോദിച്ചത് കിട്ടില്ല, പക്ഷെ കുറച്ച് കിട്ടും. അതാണ് സംഭവം. ദാറ്റ് ഈസ് കോൾഡ് പ്രോ റാറ്റ അലോട്ട്മെന്റ്. ഇപ്പൊ മനസ്സിലായോ? ഓവർ സബ്സ്ക്രിപ്ഷനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് മനസ്സിലായോ? ഈ 3 ഓൾട്ടർനേറ്റീവ് ഉണ്ട്, മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പൊ മെല്ലെ അടുത്ത ടോപ്പിക്കുകളിലോട്ട് നമുക്ക് പോവാം. താങ്ക് യു സോ മച്ച്.